4 കൊല്ലം പിന്നിലേക്ക് അങ്ങ് പോയാലോ. കൊറോണ സമയത്തുണ്ടായൊരു ഹൗസ് വാമിങ്ങാണ്. ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീടാണിത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട് ഭാഗത്താണ് ഈ കാണുന്നത്. ഇവിടെ നെൽകൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നല്ല കവുങ്ങിൻ്റെ ഒക്കെ തൈയൊക്കെ ഉണ്ട്, മരമൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതാ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ 4 വർഷം മുന്നേ കൊറോണ സമയത്ത് ഹൗസ് വാമിംഗ് ഒക്കെ നടന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫോണിലുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തപ്പിപ്പിടിച്ച് എഡിറ്റൊക്കെ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ അപ്പോഴേക്കും 4 വർഷം കടന്നു പോയി. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ടേബിൾ സെറ്റും പിന്നെ ഇത് ഒരു പാസിങ് ഏരിയ ആണ് കേട്ടോ. അതായത് ഫ്രണ്ടിലൊക്കെ കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ബെഡ്റൂമും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്റ്റെയർ കേസാണ് ഇത്. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, വാഷ് ബേസിനിൽ ഇത് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയ ഇതാണ് കേട്ടോ ഈ ഒരു സ്പേസ് ഇവിടെ. പിന്നെ ഇത് കണ്ടോ, കിച്ചണിൽ ഇവിടെയുണ്ട് ഒരു പാസിങ് ആയിട്ട്. പിന്നെ ഇത് ബാത്റൂമാണ് കേട്ടോ. ഈ ബാത്റൂമിൻ്റെ അകത്തൊന്ന് കണ്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ ബാത്റൂം. ഇത് ഇങ്ങനൊരു ടൈൽസൊക്കെ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇതാ കണ്ടോ, പിന്നെ നേരെ പോകുന്നത് വേറൊരു ബെഡ്റൂമിലേക്കും കൂടിയാണ്. ഇതാണ് ഇവരുടെ മെയിൻ ബെഡ്റൂം എന്ന് പറയുന്നത്. നല്ല വൃത്തിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെ പുറത്തേക്ക് കൂടിയിട്ട് നോക്കിയാൽ അപ്പുറത്തെ വീട് വരെ കാണാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ, എന്നാലും പറഞ്ഞതാണ്. ഇവിടെ നല്ല വ്യൂസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിവിടെ ഈ ഒരു ഇതൊക്കെ ഇട്ടത് കൊണ്ട് അങ്ങനെ ആയി. പിന്നെ നേരെ കിച്ചണിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കിച്ചണ്. ഇവിടെ കണ്ടോ, സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കിച്ചണിൽ ഇവിടെ തന്നെയാണ്, ഈ അകത്ത് തന്നെയാണ് അടുപ്പ് കൂട്ടിയിട്ടുള്ളത്. ഈ അടുപ്പ് കണ്ടോ, പുറത്തേക്ക് ആക്കിയിട്ടില്ല, അകത്ത് തന്നെയാണ് അടുപ്പ് കൂട്ടിയിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, അകത്ത് തന്നെ അടുപ്പാക്കിയിട്ട്. പിന്നെ നേരെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ അവിടെ ഇരുന്നിട്ടുള്ളത് അനിയൻ്റെ വൈഫാണ് കേട്ടോ. അത് അവിടെ ഇരുന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അപ്പോഴേക്ക് നമ്മൾ സുന്ദരി കുട്ടി വന്നിട്ട് അനിയൻ്റെ കൊച്ചാണ്. 4 വർഷം മുമ്പത്തെയാണ്. അപ്പോൾ അതൊക്കെ കൊച്ചായി ഇരുന്ന സമയത്താണ് ചുന്ദരിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് നേരെ ഞാൻ വീടിൻ്റെ അപ്പുറത്ത് സൈഡ് ഭാഗത്ത് പോയി. ഇത് വീടിൻ്റെ സൈഡ് ഭാഗമാണ് കണ്ടോ. ഈ തൊട്ടടുത്ത് കാണുന്ന ഓടിട്ട വീടാണ് അവരുടെ തറവാട് വീട്. പിന്നെ നേരെ ചോറ് വെക്കുന്ന സ്ഥലത്തൊക്കെ പോയി അവിടെ ചോറ് ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ബിരിയാണിൻ്റെ കൂടെ നമുക്ക് വേറൊരു സാധനമുണ്ട്. അത് എന്താ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കച്ചമ്പർ. പിന്നെ കച്ചമ്പറും പിന്നെ അതേപോലെ പായസവും. ഇതിൻ്റെ കൂടെ വേറെ മെയിൻ വേണ്ട ഒരു സാധനം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ ഈ സ്വന്തം ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതില്ലെങ്കിൽ എന്തോ മതി ചിക്കൻ ഫ്രൈ മെയിനായിട്ട് വേണം. അങ്ങനെ ചോറൊക്കെ ഞങ്ങൾ വിളമ്പിയിട്ട് വരുന്നവർക്കൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങളൊക്കെ കഴിക്കുന്ന ഓരോ സമയത്ത്. ഇതാണ് ഈ വെള്ള തട്ടൊട്ട ആളാണ് വീടിൻ്റെ വീട്ടമ്മ എന്ന് പറയുന്നതിലേ അതന്നെ സംഭവം. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത് ഞങ്ങളെ കൊച്ചുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ 4 വർഷം മുമ്പത്തെ ആകുമ്പോൾ കൊച്ചുങ്ങളൊക്കെ ചെറുതായിട്ടാണ് കുറച്ചും കൂടി. അപ്പോൾ അതാ കോട്ട് ഇട്ടിട്ട് മുടി ഫ്രണ്ടിലൊക്കെ ഉള്ളത് എൻ്റെ മോളാണ്. ഇപ്പോൾ ഈ സൈഡിൽ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളത് എൻ്റെ മോനാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ കുറച്ച് 4 വർഷം പിന്നിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മളെ മക്കളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് നമുക്ക് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ 4 വർഷം കഴിഞ്ഞിട്ടായിട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ഒരു കുഞ്ഞായിട്ടുണ്ട് കേട്ടോ, ഒരു മോനായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ വീട്ടിലെ മഞ്ചത്തികൾ. 4 വർഷം ഇട്ട ഫോട്ടോ ആണ്. അപ്പോൾ ഇവരിങ്ങനെയാണ്. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് ഇവർക്കും ഒരു ബേബി ആയിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും സുന്ദരിമണി ഇതാ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് കുട്ടികൾ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. ഇതൊക്കെ കണ്ടുനോക്കാം. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റി ഈ ചുന്ദരമുനി വീട്ടിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ അവർ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവർ അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. ഇത് ഞങ്ങൾ കൊടുത്തതാണ് ടേബിൾ സെറ്റ്, 6 ചെയറൊക്കെ ആയിട്ടുള്ളത്. ഇങ്ങനെയുണ്ട്, കാണാൻ സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. ബ്ലാക്ക് ഗ്ലാസ്സൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് അവരുടെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെയുണ്ട്. ഇതും അടിപൊളിയല്ലേ കാണാൻ, നല്ല 4 സ്റ്റാറൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ LGൻ്റെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്യാസ് അടുപ്പ്. ഇതൊരു ഫ്രണ്ട് കൊടുത്തതാണ്, ഫാമിലി ഫ്രണ്ട് കൊടുത്തതാണ് ഗ്യാസ് അടുപ്പ്. പിന്നെ അതേപോലെ തന്നെ ഇൻപെക്സിൻ്റെ ആണ് കേട്ടോ. ഇൻപെക്സിൻ്റെ തന്നെ കറണ്ടിൻ്റെ അടുപ്പല്ലേ ഇത്, ഈസി കുക്ക് ഇത് സംഭവം, കറണ്ട് അടുപ്പ്. ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ്, അവിടെ തന്നെ ഓരോ കൊടുത്തത്. ഇതും ഗിഫ്റ്റാണ്, ജ്യൂസ് മെഷീനും. അതേപോലെ ഈ ഒരു പാത്രത്തിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, ഈ തട്ട്, ഇത് ഏട്ടൻ്റെ അവിടെ നിന്ന് കൊടുത്തതാണ്, ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ്. അമ്മായി കൊടുത്തതാണ്. അങ്ങനെ അത് നല്ല കുറേ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാത്ര സെറ്റാണ്. പിന്നെ നമുക്കിത് കല്ലും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് അതും ഗിഫ്റ്റ് തന്നെയാണ്. അതിൻ്റെ അടുത്ത് ഉള്ളിയും കൂടിയുണ്ട് കേട്ടോ. പിന്നെ ബെഡും ഇതാണ് കേട്ടോ, കട്ടിലും രണ്ടും ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ്. പിന്നെയും ഉണ്ട് കേട്ടോ, ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സാധനങ്ങളൊക്കെ നല്ല രസമല്ല, പൊട്ടിച്ച് കാണും. കെട്ട് എവിടെ ഉണ്ട് അവിടെ പൊട്ടിക്കൽ, അത് ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. കെട്ടുകളൊക്കെ പൊട്ടിക്കുന്നത് കാണുമ്പോൾ തന്നെ, അത് പൊട്ടിക്കുന്ന കാണുമ്പോൾ നോക്കുമ്പോഴേക്കും ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞങ്ങൾ എടുത്തത് തന്നെ ഫാനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ കൈയും കൂടിയാണ്. അങ്ങനെ ഫാൻ നമ്മൾ പൊട്ടിച്ച്. പിന്നെ അടുത്തത് ഗ്ലാസ്സാണ് കേട്ടോ, നല്ല ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് തന്നെയാണ്. നല്ല വലിയ ഗ്ലാസ്സാണ്, നല്ല ഗ്ലാസ്സാണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് വേറെ സെറ്റാണ്. 5 ഗ്ലാസ്സൊക്കെ ഉണ്ട് ഇതിൽ. വേറെ ഇത് നോക്കാം എന്തായിരിക്കും അതിനെ. നല്ല അടിപൊളി ക്ലോക്കാണ് കേട്ടോ, നല്ല മനോഹരമായൊരു ക്ലോക്ക് തന്നെയാണ് കിട്ടിയത്. പിന്നെ നമുക്കിത് ഒരു കുക്കറാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞങ്ങൾ പൊട്ടിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് പൊട്ടിച്ച് കണ്ടോ. ഈ പൊട്ടിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ വീട്ടിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ തന്നെ പൊട്ടിച്ച് എല്ലാം. പിന്നെ അടുത്തതായെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സാണ്. പിന്നെയും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങൾ. ഇത് 6 ജഗ്ഗും 6 ഗ്ലാസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.